കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? സുധാമചരിതം ആ 81 അധ്യായം ആ 26 വരെ എടുത്തു. ആ സുധാമചരിതം. സുധാമചരിതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓർമ്മ വരേണ്ടത്? എന്ത് ഓർമ്മ വരണം? ഭഗവാൻ തന്റെ എക്കൗ ഭക്തനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കുന്നു. ഒരു കൗന്ദയ പ്രതിയാനീഹി നമേ ഭക്തിയ പ്രണശ്യതി. എൻ്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ആ ഒരു രാത്രി കൊണ്ടാണ് സുധാമയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയത്. ആ ഇപ്പൊ എത്രാം ശ്ലോകത്തിൽ നമ്മൾ നിർത്തിയത്? 26 പ്രഭു. 22. ആ 26 26 തുടങ്ങണം. ഇനി തുടങ്ങണം. 26 വരെ നമ്മൾ വായിച്ചു. ഇനി 27. 26 വായിച്ചോ? അതെ അതെ. 26. പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമാകാന്തൃഷു ലോചന മീ മീ മീലിതക്ഷ്യ അനമത് ബുദ്ധിയ മനസ പരിസസ്വജേ. അത് വായിച്ചു അല്ലേ? അത് വായിച്ചായിരുന്നു. ഓക്കെ. ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് വായിച്ചിട്ട് മതി. ആ ആ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ കൃഷ്ണ ആ പ്രഭുപാദ് കി ജയ്. പതിവ്രതയായ ആ സ്ത്രീ ഭർത്താവിനെ കണ്ടപ്പോൾ ആ ഉത്കണ്ഠയും പ്രേമവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണുകൾ അടച്ച് യഥാവിധി ഭർത്താവിനെ നമസ്കരിക്കുകയും മനസ്സ് ആലിംഗനം ചെയ്യുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഇതാണ് ഒരു പതിവ്രതയായ ഭാര്യയുടെ ലക്ഷണം. ഒന്നുകൂടൊന്ന് പറഞ്ഞാട്ട് വായിച്ചാട്ട്. പതിവ്രതയായ ആ സ്ത്രീ ഭർത്താവിനെ കണ്ടപ്പോൾ ഉത്കണ്ഠയും പ്രേമവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹരേ കൃഷ്ണ. കണ്ണുകൾ അടച്ച് യഥാവിധി ഭർത്താവിനെ നമസ്കരിക്കുകയും മനസ്സ ആലിംഗനം ചെയ്യുകയും ചെയ്തു. ബാക്കി മൂന്നെണ്ണം. ആദ്യത്തെ എത്ര എണ്ണമായിരുന്നു? എന്താ പറഞ്ഞത്? കണ്ണുനീര്, സന്തോഷാശ്രുക്കള്, രണ്ട് മനസ്സിൽ അല്ല നമസ്കരിച്ച് അല്ലേ, പാദ നമസ്കാരം ചെയ്തു. മൂന്നാമത്തെ എന്താ? മനസ്സാൽ ആലിംഗനം ചെയ്തു. എന്തുകൊണ്ട് മനസ്സാൽ ആലിംഗനം ചെയ്തു? ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ആലിംഗനം ചെയ്തുകൂടാ? ഉം? ഭർത്താവിനോടുള്ള ഭക്തിയും ബഹുമാനവും കൊണ്ട്. അല്ല, അത് മനസ്സാൽ ആലിംഗനം ചെയ്തെന്നാ പറഞ്ഞേ. ചിന്തിക്കണം നമ്മൾ. അതേ പ്രഭു. എല്ലാത്തിനും അതെ ഒരു സഭ്യതയുണ്ട്. ഒരു ലിമിറ്റ് വെക്കാൻ വേണ്ടി. ആ ഒരു സഭ്യതയുണ്ട്. ഇന്ന് പൊതുജനത്തിൽ, ഇന്ന് പൊതുസമൂഹത്തിൽ നഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. അപ്പോൾ പറയും നമ്മൾ പഴയുന്ന ആൾ പഴഞ്ചനാണ്, ഇന്നത്തെ തലമുറ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ കുഴപ്പം? ആണുങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യാമെങ്കിൽ, സ്ത്രീകൾ പരസ്പരം ആലിംഗനം ചെയ്യാമെങ്കിൽ, ഒരു പുരുഷനും സ്ത്രീക്കും പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ആലിംഗനം ചെയ്താൽ എന്താണ് കുഴപ്പം? ഇല്ലേ? ആണോ? ശരിയല്ലേ പറഞ്ഞത്? അതെ അതെ, ആധുനിക കാലം അങ്ങനെയാണല്ലോ, ഇങ്ങനെയായി. ആ സഭ്യതകൾ നഷ്ടപ്പെട്ടു. ആ ഇന്ന് ഞാൻ നിൽക്കുന്ന രാജ്യത്ത് പോലും ഒരു പ്രൊസീജിയറുണ്ട്. ഇത്തരം കാണാൻ പറ്റും, പക്ഷേ ആസ് പെർ ദ ഗവൺമെന്റ് റൂൾ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു പ്രൊസീജിയർ സിസ്റ്റം ഉണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം അതിനെയാണ് റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും അതല്ല പൊതുജീവിതത്തിലാണെങ്കിലും എങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടാകുന്നത്, നമ്മൾ എന്താണ് കാര്യമായിട്ട് ചെയ്യുന്നത് അതിനെ റിട്ടേൺ ആക്കും. ആ റിട്ടേൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രൊസീജിയറായിട്ട് മാറും. ആ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. ഒരു കാലത്ത് നമുക്ക് ഈ വേഷവിധാനം എങ്ങനെ, വൈഷ്ണവ ഡ്രസ്സ്, ആ കൾച്ചർ എങ്ങനെ വന്നു? നമുക്കൊരു യൂണിഫോം കോഡ് വന്നു. എങ്ങനെ വന്നത് അറിയാമോ? ഈ ഒരു യൂണിഫോം ഇല്ല പ്രഭു, എന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. അറിയാം, പറഞ്ഞു വരുമ്പോൾ അറിയാമെന്ന് പറയും. പ്രഭുപാദരുടെ അപ്പം അതുവരെ ഒരു പ്രത്യേക ഒരു യൂണിഫോം കോഡ് ഇല്ലായിരുന്നു. ഒരു ദിവസം ഒരു ഡിവോട്ടി ഇതേപോലെ ധോത്തി ധരിച്ചു വന്നപ്പോൾ പ്രഭുപാദർക്ക് നന്നേ അത് ഇഷ്ടപ്പെട്ടു.
പ്രഭുപാദർ പറഞ്ഞു, ആയിക്കോട്ടെ, ഇന്നു മുതൽ ഇതാണ് നമ്മുടെ ഒരു ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് റിട്ടേൺ പ്രൊസീജിയറായി. പിന്നീട് എന്തുകൊണ്ട് നമ്മൾ മറ്റ് സന്യാസികളെക്കാൾ വ്യത്യസ്തമായി, എന്തുകൊണ്ട് ഈ സമ്പ്രദായത്തിൽ, ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ താടിയും മീശയും ഇല്ലാത്ത സന്യാസിമാർ വന്നു? എന്തുകൊണ്ടാ? അതൊരു മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. കാര്യം ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയാം. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം മാറ്റിവെച്ചാൽ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഒരു ക്ലീൻനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് താടിയും മീശയും ഷേവ് ചെയ്തോ തല മുണ്ടനം ചെയ്യണം. അതൊരു ക്ലീൻനെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ സിസ്റ്റം, ആ സമ്പ്രദായം പിന്നെ അത് റിട്ടേൺ പ്രൊസീജിയറായി, അത് ഫോളോ ചെയ്യുന്നു. പിന്നെ അവിടെ ചോദ്യമില്ല. ഒരു മന്ത്രദീക്ഷ എടുക്കുന്ന സമയത്ത് ഒരു മാതാജി, ഇത്തിരി പ്രായം ചെന്നതാണ്, അവർക്ക് മന്ത്രദീക്ഷ എടുക്കുക, നല്ല ഫോളോ ചെയ്യുന്ന, എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുന്ന ഒരു മാതാജിയാണ്. മന്ത്രദീക്ഷ എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യനർ വന്നപ്പം കുറേ കാര്യങ്ങൾ 2-3 പേജ് എഴുതാനുണ്ട്. ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, പ്രഭു, ഇത്രയൊക്കെ എഴുതി കൊടുക്കണം, നമ്മൾ IAS പഠിക്കുന്നതാണ്. ഇതൊരു സിസ്റ്റമാണ്. നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പ്രൊസീജിയർ മാറ്റാൻ പറ്റത്തില്ല. അതിൽ പല കാര്യങ്ങൾ, ആ പ്രൊസീജിയർ മനസ്സിലാക്കി നമ്മൾ പോകുമ്പോഴായിരിക്കും ഈ പ്രൊസീജിയർ ആവശ്യമാണ് എന്ന് തോന്നുന്നത്. ഇല്ലേ? ശരിയല്ലേ? ശരിയല്ലേ പറഞ്ഞത്? 64 റൗണ്ട് നാമം ജപിക്കേണ്ട നമ്മൾ പ്രഭുപാദരുടെ ദയ കൊണ്ടാണ് 16 റൗണ്ടായിട്ട് ചുരുങ്ങിയത്. ശരിയല്ലേ? ആണോ? അതെ 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 പ്രഭു. അപ്പോൾ അതൊരു സിസ്റ്റമായി, റിട്ടേൺ പ്രൊസീജിയറായി. ഇല്ലെങ്കിൽ നമ്മൾ ലൂസായി പോകും. എവിടെയും ഒരു റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ആവശ്യമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഡു ആൻഡ് ഡോണ്ട് ഡു എല്ലായിടത്തും ആവശ്യമാണ്. ഇന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. കാര്യം നമ്മൾ വീക്ഷിക്കുകയും നമ്മുടെ മറ്റു ജനറേഷനോട് സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണിതെല്ലാം. കേട്ടോ കേട്ടില്ലയോ എന്നത്. ഒരു പുരുഷനും സ്ത്രീയും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ആലിംഗനം ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോകും. എൻ്റെ സഹോദരനെ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ്. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ കുടുംബത്തിനുള്ളിൽ ആ ഒരു സഹോദര ബന്ധം നമുക്ക് കാണാൻ സാധിക്കത്തില്ല, സഹോദരി ബന്ധം കാണാൻ സാധിക്കത്തില്ല. അവർക്കെല്ലാ ബന്ധങ്ങളും ഇതുപോലെ പുറത്താണ്. ഇതെന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുശിഷ്യ ബന്ധം, ആത്മബന്ധം, ആത്മീയത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ സ്പിരിച്വാലിറ്റി റീപ്ലേസ് ചെയ്യാനാണ് ഇന്ന് ഇവിടെ ശീലപ്രഭുപാദരും ശിഷ്യന്മാരും ദൗത്യം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത വായിക്കട്ടെ പ്രഭു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 27. പത്നീം വീക്ഷ്യ വിസ്ഫുരന്തീം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കകണ്ഠീനാം മധ്യേ ഭാന്തീം സവിസ്മിതഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. രത്നപതക്കങ്ങൾ അണിഞ്ഞ ദാസിമാരുടെ മധ്യത്തിൽ ദിവ്യ വിമാനത്തിലെ ദേവസ്ത്രീയെ പോലെ ശോഭിക്കുന്ന പത്നിയെ കണ്ട് സുദാമാവ് ആശ്ചര്യഭരിതനായി. എന്താണ് വിമാനത്തില് അല്ലേ? ഒന്നുകൂടെ വായിച്ചിട്ട്. രത്നപതക്കങ്ങൾ അണിഞ്ഞ ദാസിമാരുടെ മധ്യത്തിൽ ദിവ്യ വിമാനത്തിലെ ദേവസ്ത്രീയെ പോലെ ശോഭിക്കുന്ന പത്നിയെ കണ്ട് ദിവ്യ വിമാനത്തിലെ ദേവസ്ത്രീയെ പോലെ. അപ്പൊ അന്നും
ആകാശ സഞ്ചാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്നിവിടെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പം മഹാഭാരത യുദ്ധം നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധമുറകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രം പുരോഗമിച്ചു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ആധുനിക ശാസ്ത്രം അധപ്പതിക്കുകയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. എൻ്റെ ഭാവാർത്ഥം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്രയും നേരം സുദാമാവിനെ ദാരിദ്ര്യബാധിതനായ രൂപത്തിൽ തന്നെ ഭഗവാൻ നിലനിർത്തിയതെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി വിശദീകരിക്കുന്നു. ആ മനസ്സിലായില്ലേ? അതൊരു ശ്രേഷ്ഠമായ അറിവാണ്, വളരെ ഗഹനമായ ഒരു അറിവാണ്. മനസ്സിലായോ? എത്ര രസമാണ് കാര്യങ്ങൾ. നമ്മൾ വരികളിലൂടെ വായിച്ചു പോകണം. അടുത്ത ശ്ലോകം വായിച്ചിട്ട് പോകും. ഹരേ കൃഷ്ണ. ശ്ലോകം 28. പ്രീത സ്വയം തയാ യുക്ത പ്രവിഷ്ടോ നിജമന്ദിരം മണിസ്തംഭ ശതോപേതം മഹേന്ദ്രഭവനം യഥാ. വിവർത്തനം. ശ്രീ പ്രഭുപാദ് കി ജയ്. സന്തോഷത്തോടെ അദ്ദേഹം പത്നിയുമൊത്ത് മഹേന്ദ്ര ഭവനം പോലെ രത്നം പതിച്ച 100 കണക്കിന് തൂണുകളോടുകൂടിയ തന്റെ ഗ്രഹത്തിൽ പ്രവേശിച്ചു. ഭാവാർത്ഥം വായിച്ചിട്ട്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. സുദാമാവ് തന്റെ പത്നിയെ കണ്ട് സ്തബ്ധനായി പോയി എന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി പറയുന്നു. എന്നെ പോലെ പതിതനായ ഒരുവനെ സമീപിക്കുന്ന ഈ ദേവപത്നി ആരാണ് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. തോഴിമാർ ഇത് അങ്ങയുടെ പത്നി തന്നെയാണ് എന്നറിയിച്ചു. ആ നിമിഷത്തിൽ തന്നെ സുദാമാവിന്റെ ശരീരം യൗവനയുക്തവും മനോഹരവുമായി മാറുകയും വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെടുകയും ചെയ്തു. ഈ മാറ്റം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുവെന്ന് പ്രീത എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. മഹാഭാരതത്തിലെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം സുദാമാവിന്റെ പെട്ടെന്നുണ്ടായ ഐശ്വര്യത്തെ ഇങ്ങനെ അനുസ്മരിക്കുന്നു. ശ്രീരാമരംഗ ഭക്തിയാർത്ഥ ഭൂമ്യാനീതേന്ദ്ര വൈഭവ. തന്റെ ദീനനായ ഭക്തൻ സുദാമാവിന് വേണ്ടി ഇന്ദ്രന്റെ ഐശ്വര്യം ഭൂമിയിൽ കൊണ്ടുവന്നവനെന്നും വിഷ്ണു ഭഗവാൻ അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. അതാണ് ആ 2 പിടി കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ? 2 പിടിയായപ്പോൾ ദേവലോകം മുഴുവൻ സുധാമയ്ക്ക് തത്വത്തിൽ കിട്ടി. അതായത് ദേവേന്ദ്രനെ പോലെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സുധാമയ്ക്ക് ആ 2 പിടി അവൽ ഭഗവാൻ കഴിച്ചതിലൂടെ കിട്ടിയിരിക്കുന്നു. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ശ്ലോകം. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഭഗവത്ഗീത എടുത്താട്ട. ശാന്തി നികച്ചതി. ഈ ഒരു ശ്ലോകം ഒരിക്കലും മറന്നു പോകരുത്. കൗന്ദേയ പ്രതിജാനീഹി ന മേ പ്രണശ്യതി. എന്താ അർത്ഥം വരുന്നത്? എന്റെ ഭക്തന്മാർ ഒരിക്കലും നാശമുണ്ടാവുകയില്ല. എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമുണ്ടാകുകയില്ല. പക്ഷെ അതിന്റെ ഫസ്റ്റ് വരിയുടെ അർത്ഥം എങ്ങനെ? ക്ഷിപ്രം. ഇത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. ക്ഷിപ്രം ഭവതി ധർമാത്മാ. പെട്ടെന്ന് തന്നെ, വിത്തൗട്ട് എനി ഡിലേ, ഒരു കാലതാമസവും ഇല്ലാതെ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തി നികച്ചതി യത് കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തിയാ പ്രണശ്യതി. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഭഗവാൻ ഇതേപോലെ ഈ ക്ഷിപ്രം കിട്ടുന്നില്ല? എന്തുകൊണ്ട് ക്ഷിപ്രം കിട്ടുന്നില്ല? നമ്മുടെ എൻ്റെ കന്നഡ വായിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കറക്റ്റായിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണ്. പക്ഷെ ഇപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തിൻ്റെ കുഴപ്പമായിരിക്കും? കണ്ണടയുടെ കുഴപ്പമാണോ? അതോ പിന്നീട് കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചതാണോ? അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? എന്താകാം കാര്യം? ഒരു കാര്യം തീരുമാനിക്കാം, കണ്ണടയുടെ ആകാൻ തരമില്ല. കാര്യം നമ്മളും കൂടെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ആ ഗ്ലാസ് നമ്മൾ വാങ്ങിച്ചത്, അല്ലേ? ആണോ? അല്ലേ? ടെസ്റ്റ് ചെയ്ത് തരുന്നതാണല്ലോ, അപ്പൊ പിന്നെ അതിന് മാറ്റം വരില്ല. മാറ്റം വരത്തില്ല.
പിന്നെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, സാധ്യതകളേ ഉള്ളൂ. പെട്ടെന്ന് ഒരു പക്ഷേ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിരിക്കാം, അതിനും വഴിയില്ല, കാര്യം 1 മാസമേ ആയിട്ടുള്ളൂ, അക്കരെ പെട്ടെന്നാകും. പിന്നെന്തായിരിക്കും? നമ്മുടെ ഹരേ കൃഷ്ണ പിന്നെ മഹാമ ഈശ്വര അല്ല, അതവിടെ നിൽക്കട്ടെ, ഞാൻ ഈ കണ്ണടയുടെ കാര്യം പറഞ്ഞത്. പിന്നെന്തായിരിക്കും? കണ്ണട പൊടി പിടിച്ചു പോയിരിക്കാം, ഇല്ലേ? ആണോ? അല്ലേ? ക്ലീനിങ് ശരിയായില്ല, അല്ലേ? വൃത്തിയാക്കിയല്ലോ. അങ്ങനെ അവന് സാധ്യത പ്രഭു. ആ, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, പക്ഷേ കണ്ടക്ടിവിറ്റി ശരിയായില്ല, ആ ചാലകം ശരിയാവുന്നില്ല, കണക്ടിവിറ്റി കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? ഭഗവാന്റെ സാമീപ്യം. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് മാതാജി, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ കണക്ടിവിറ്റി, ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? ക്ലീനാണ്. ആ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കാര്യം. മനസ്സ് ശുദ്ധമാകുന്നില്ല. ചിത്തം എപ്പോൾ ശുദ്ധമാകുന്നുവോ അപ്പോൾ മാത്രമേ കറക്റ്റായ കണക്ടിവിറ്റി കിട്ടത്തുള്ളൂ. ഭഗവാന്റെ സാന്നിധ്യം എല്ലാരിലും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സർവസ്യാഹം കൃതിസന്നിവിഷ്ടോ. ആ, ശ്ലോകം വന്നിട്ട് ഇതും എംബോസിഷൻ ഇടേണ്ട ശ്ലോകമാണ്. എംബോസിഷൻ ഇട്ടണം, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ശ്ലോകങ്ങളാണ് ഇതെല്ലാം. ആ, പറഞ്ഞിട്ട് പ്രഭു. വേദയിച്ച സർവീർ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കൃത്യമാണ്, അത് കൃത്യമാണ്. അതിനെ കണക്ട് ചെയ്യാത്തത് നമ്മുടെ കുഴപ്പം. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി അർജുനനെ ജീവാത്മാവായും ഭഗവാൻ പരമാത്മാവായും പുറത്തു വന്ന് നമ്മൾക്ക് കാണുമ്പോൾ, അർജുനൻ ആ വിജയം കാണുമ്പോൾ, ജീവാത്മാവെന്ന സുധാമയ്ക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ, ധ്രുവെന്ന ജീവാത്മാവിന് അനുഗ്രഹം കിട്ടുമ്പോൾ, പ്രഹ്ലാദൻ മഹാരാജ് എന്ന ആ വലിയ ശ്രേഷ്ഠനായ ഭക്തന് ജീവാത്മാവായി നിലനിൽക്കുമ്പോൾ, ഇവർക്കെല്ലാം പരമാത്മാവായ ഭഗവാന്റെ ആ കണക്ടിവിറ്റി നേരിട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല? കിട്ടും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇവരെല്ലാം എങ്ങനെയാണ് കണക്ടിവിറ്റി നേടിയെടുത്തത്? ആ ചാലകം എങ്ങനെ എടുത്തു? പരിശുദ്ധമായ ഭക്തിയുത സേവനത്തിലൂടെ. അത്രയുള്ള കാര്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്ര ജപം ഭക്തിയുത സേവനത്തോടെ ജപിച്ചു. ഭക്തിയുത സേവനം വളരെ പ്രധാനമാണ്. പ്രൊസീജിയർ പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ്. റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ മാത്രമേ ഗട്ടറില്ലാത്ത റോഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിമാരാരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ അടുത്തോടെ ഞാൻ വായിക്കാം പ്രഭു, അപ്പോഴത്തേക്ക് അവര് റെഡി ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 29-32. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പയഭേന നിഭാസയ്യാദാന്താരുക്മപരിച്ഛദാഃ പര്യങ്കാ ഹേമദണ്ഡാനി ചാമരവ്യജനാനി ച ആസനാനി ച ഹൈമാനി മൃദുപസ്തരണാനി ച മുക്താദാമവിളംബിനീം വിതാനാനി ദ്വിമന്തി ച സ്വച്ഛസ്ഫടികക്കുട്യേഷു മഹാമാരകതേഷു ച രത്നദീപാൻ ഭ്രാജമാനാൻ ലലനാരത്നസംയുതാഃ വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധിം സർവസമ്പദാം തർക്കയാമാസ നിർവേക്യ സ്വസമൃദ്ധിം അഹൈതുകീം. കൃഷ്ണ. കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സുദാമാവിന്റെ ഭവനത്തിൽ പാൽനുര പോലെ വെളുത്തതും മൃദുവുമായ മെത്തകളും ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കി സ്വർണപ്പണികൾ ചെയ്ത കട്ടിലുകളും സ്വർണക്കാലുകളുള്ള മഞ്ചങ്ങളും രാജകീയ വെഞ്ചാമരങ്ങളും സ്വർണ സിംഹാസനങ്ങളും
മൃദുവായ വിരിപ്പുകളും മുത്തുമാലകൾ തൂങ്ങുന്ന ശോഭിക്കുന്ന മേലാപ്പുകളും ഉണ്ടായിരുന്നു. ആ തിളങ്ങുന്ന സ്ഫടികങ്ങൾ കൊണ്ട് നിർമ്മിച്ച ചുമരുകളിൽ അതുല്യങ്ങളായ മരതകങ്ങൾ പതിച്ചിരുന്നു. രത്നദീപങ്ങൾ ആ ചുമരുകളിൽ ശോഭിച്ചു. കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങളൊക്കെയും വിലയേറിയ രത്നാഭരണങ്ങൾ അണിഞ്ഞിരുന്നു. ഈ സർവസമ്പൽ സമൃദ്ധി കണ്ട് വളരെ ശാന്തനായി ആ ബ്രാഹ്മണൻ അപ്രതീക്ഷിതമായ ഈ ഐശ്വര്യത്തെക്കുറിച്ച് പര്യാലോചിച്ചു. ആ എത്ര സം എത്ര ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല എന്താ പറയുക? സുധാമയുടെ പതിവ്രതയായ പത്നി പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല ഉണ്ടോ? ഇല്ല ആ ഭഗവാൻ അത്ര അത്ര ശ്രേഷ്ഠനാണ്, അത്ര ദീനാനുകമ്പനാണ്. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ എന്താണ് സുധാമ ചോദിക്കാൻ പോയത്? ഒന്ന് വിശപ്പ് മാറ്റണം. ആരുടെ? മക്കളുടെ വിശപ്പ് മാറ്റണം. ആ സഭി പുംസാം പരോധർമ്മോ യതോ പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം എടുത്താട്ട്. സഭി പുംസാം പരോധർമ്മോ യതോ ഭക്തിരദോക്ഷജേ അഹൈതുകീയ പ്രതിഹത ഏ ആത്മാ സുപ്രസീദതി. പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ആ പ്രഭു. വായിച്ചു. ഗുരുഭ്യോ നമോ നമോ ഭഗവതേ വാസുദേവായ. ഉം. സവൈ പുംസാ പരോ ധർമ്മോ യതോ ഭക്തിരദോഷജേ അഹേതുക്യ പ്രതീഹത യത്മാ സുപ്രസീദതി. ഹരേ ആ കൃഷ്ണ. വിവർത്തനം. ആ ആ സർവാതിശായിയായ ഭഗവത് ഭക്തിയുത സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശികളുടെയും പരമധർമ്മം. അത്തരം ആ ഭക്തിയുത സേവനം നിശ്ചയമായും അഹൈതുകവും നിർവിഘ്നവും ആത്മാവിനെ പൂർണ്ണമായും സംതൃപ്തമാക്കുന്നതായും ആയിരിക്കണം. ഹരേ കൃഷ്ണ. ആ. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിച്ചിട്ട് മാതാജി, ഹരേ ട്രാൻസ്ലേഷൻ. കൃഷ്ണ. സർവാതിശായിയായ ഭഗവത് ഭക്തിയുത സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശിയുടെയും പരമധർമ്മം. അത്തരം ഭക്തിയുത ഒരു സേവനം. മിനിറ്റ് മാതാജി. സമസ്ത മനുഷ്യരാശിയുടെയും പരമമായ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഹൈതുകമായ ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം. ദാസോ അഹം തവ കേശവ. അതുകൊണ്ട് തന്നെ സമസ്ത ജീവരാശിയുടെയും, അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ജനിച്ച ആളുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാര്യം ഭാരതം ആത്മീയതയുടെ നാടായിട്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലർ ചോദിക്കത്തില്ലേ, ഭഗവാൻ എന്താ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ? വൃന്ദാവനം എന്തുകൊണ്ട് കൃഷ്ണൻ ഭാരതത്തിൽ മാത്രം വന്നു? അങ്ങനെയല്ല. ഓരോ ഈ സമസ്ത ജനതയെയും ഈ ഭൂമി ഒട്ടാകെ, അല്ലാതെ എല്ലാ ലോകങ്ങളും സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാക. പക്ഷേ അതിലെ ഭാരതം എന്ന ഭൂഖണ്ഡത്തെ വിശേഷിപ്പിച്ച് വച്ചിരിക്കുകയാണ് ഒരു മനുഷ്യരാശിയുടെ ട്രാൻസ്മിഷൻ സ്റ്റേജ് ആയിട്ട്. ആണോ അല്ലേ? അതെ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതം ഈ ഭൂപ്രദേശവുമല്ലയോ. മൂകരെ അങ്ങ് ഒഴിച്ചുള്ള മനുഷ്യർ. പിന്നെന്താ? മനസ്സോടെയാണെങ്കിലും മനസ്സില്ലാതെയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണമെന്നാകിലും കൃഷ്ണ മുകുന്ദ മുരാരേ ചൊല്ലുക നിത്യവും. ഇല്ലേ? അങ്ങനല്ലേ പറയുന്നത്? അങ്ങനല്ലേ അർത്ഥം വരുന്നത് അവിടെ? ശരിയല്ലേ? അതെ. കൃഷ്ണ. ഇപ്പം ഭാരതത്തിൽ, അതുകൊണ്ടാണ് നമ്മൾ ഭാരതത്തിൽ ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ദൗത്യമാണ് നമ്മൾ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം, എന്തുകൊണ്ട് ഞാൻ ഭാരതത്തിൽ ജനിച്ചു. അത് ഭഗവാന്റെ അഹൈതുകമായ കരുണ കൊണ്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
ഭക്തിയുത സേവനം, ദാസോഹം തവ കേശവ, ഭക്തിയുത സേവനമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നോക്കൂ, മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആത്മീയത തേടി ഒരേ ഒരു രാജ്യത്ത് ഇന്നും പോകുന്നുള്ളൂ. എവിടെയത്? ഭാരതത്തിലേക്ക്. ഭാരതം. വേറെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു ട്രാൻസ്മിഷൻ സ്റ്റേജാണത്. ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള പാതയുടെ ഒരു സ്റ്റേജാണ് ഇന്റർമിഷൻ, അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ട്രാൻസ്മിഷൻ പോയിന്റ് ആണ് ഭാരതം എന്ന് പറയുന്നത്. പിന്നെ അവിടെ തോന്നിവാസം കാണിക്കാൻ പാടില്ല, ശിക്ഷ കൂടുതലായിരിക്കും. ശിക്ഷ പിന്നെ അവിടുന്ന് പിന്നെ പോയി കഴിഞ്ഞാൽ ശിക്ഷ കൂടുതലായിരിക്കും. മറ്റുള്ള രാജ്യങ്ങളിൽ ഭഗവാൻ ഓരോരോ ഗുണങ്ങൾക്കനുസരിച്ച് അവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ് ആ രാജ്യങ്ങൾ. അപ്പം അവിടെ അത്രയും ദണ്ഡനാർഹം വരത്തില്ല. ദണ്ഡനാർഹം കൂടുതൽ വരുന്ന ഭാരതത്തിലായിരിക്കും. ആണോ അല്ലയോ? കൃഷ്ണ ആണ്. ഹരേ കൃഷ്ണ. അത്രേ ഉള്ളൂ കാര്യം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായി സൃഷ്ടിക്കുമ്പോൾ മറ്റൊരു സ്തുതി ചെയ്യുമ്പോൾ ചോദ്യം വരും, പിന്നെന്തിനാ ഭഗവാൻ ഇങ്ങനെ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്? ഇങ്ങനെ ഇതേ കൊണ്ട് നമ്മുടെ പൂർവ്വ കർമ്മങ്ങൾക്കനുസരിച്ച്, അതായത് നമുക്ക് കിട്ടുന്ന ശരീരത്തിന് യോജ്യമായ അവനവന്റെ സ്വജാതി അഥവാ സ്വധർമ്മം, അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്വധർമ്മം നിറവേറ്റുക എന്നുള്ളത്. നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. സ്വജാതി അല്ലെങ്കിൽ സ്വധർമ്മം നമ്മൾ നിറവേറ്റില്ലെങ്കിൽ നമുക്ക് ശരീരം കിട്ടിയിട്ട് ഈ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. മറ്റുള്ളവരുടെ ധർമ്മത്തെ നമ്മൾ അനുകരിക്കുന്നു, മൃഗങ്ങളുടെ ധർമ്മത്തെ നമ്മൾ അനുകരിക്കുന്നുവെങ്കിൽ ഭഗവാൻ തീരുമാനിക്കും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അവൻ എത്ര ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല ആ ധർമ്മം ചെയ്യാൻ. അവൻ ആ ധർമ്മത്തിനാണ് രുചി എന്നുണ്ടെങ്കിൽ ആ ധർമ്മം ചെയ്യാൻ അനുയോജ്യമായ ഒരു ശരീരം തന്നെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. ഏതൊരു ജോലിക്കും ഏതൊരു ധർമ്മത്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേ? തൂപ്പുകാരൻ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ വേണം, പാത്രം കഴുകുന്നതിന് അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ വേണം. നമ്മൾ സത്സംഗങ്ങളുണ്ടാവും, വലിയ ഉത്സവങ്ങളുണ്ടാവും. അപ്പം നമ്മൾ വലിയൊരു പ്രധാനപ്പെട്ട മറ്റൊരു സേവയാണ് എന്താണ്? പാതുക സേവ അല്ലേ? ആണോ? വരുന്ന ഭക്തന്മാരുടെ മെതിയടികൾ, ചെരുപ്പുകൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കുക, ശരിയല്ലേ? അല്ലേ? ഒരു പാതുക സേവ, അതിന് പെർഫെക്ഷൻ വേണം. എങ്ങനെ വാരിക്കൂട്ടിയിട്ടാൽ മതിയോ? തിരിച്ചു വരുമ്പോൾ അവർ കൃത്യമായി എടുത്തുകൊണ്ട് പോകാൻ യോജിക്കുന്ന രീതിയിൽ അത് വളരെ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കണം. പാതുക സേവ എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ആവശ്യമാണ്. ആ കാര്യത്തിൽ ഭഗവാൻ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ആ പെർഫെക്ഷൻ അനുയോജ്യമായ ഒരു ശരീരം കൊടുത്തിട്ട് ഭഗവാൻ പരമാത്മാവായി സാക്ഷികുമാരായിട്ട് അവിടെ നിൽക്കും. എന്തിനാണ്? ദണ്ഡനം ചെയ്തുകൊണ്ട്, കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുത്തും. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായ ഭഗവാൻ സ്തുതി ചെയ്യുമ്പോൾ എന്തിനാണ് എങ്ങനെ എത്ര കഷ്ടപ്പെടുന്നു ചോദിച്ചാൽ പൂർവ്വ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള പനിഷ്മെന്റ്, ദണ്ഡനം കിട്ടണ്ടേ? നമ്മൾ പറയത്തില്ലേ, എല്ലാ തോന്നിവാസവും കാണിച്ചിട്ട് അങ്ങ് പോയിട്ട് കണ്ടോ, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് മരിച്ചു എന്ന് പറയുന്നത് കേൾക്കാറില്ലേ? ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്ര സഹിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ നമ്മളങ്ങ് പറഞ്ഞു പോകുന്നത്. അല്ലേ? ആ ആളിനോട് സ്നേഹം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ഒരു ചെറിയൊരു അസൂയ ഉണ്ടായിട്ട് പറഞ്ഞതാണോ? അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞതാകത്തില്ലേ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ആളുടെ മനസ്സിൽ അവന് ശിക്ഷ കിട്ടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്ര സംസാരിക്കുമ്പോൾ ഭഗവാൻ ഒരു സാധാരണക്കാരാണോ? അതിന് ദണ്ഡനാർഹമായ അടുത്ത ശരീരത്തേക്ക് അവനെ പ്രവേശിപ്പിക്കും. ഭഗവാൻ പരമാത്മാവായ സ്തുതി കൊണ്ട് അവിടെ സാക്ഷിയായി നിന്നുകൊണ്ട് ദണ്ഡനം ചെയ്തുകൊണ്ടേയിരിക്കും, അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്.
ഇത് പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നിരന്തരമായ രണ്ടാമത്തെ വരി എന്താ മാതാജി പറഞ്ഞത്, വായിച്ചത്? ഹരേ കൃഷ്ണ. അത്തരം ഭക്തിയുത സേവനം നിശ്ചയമായും അഹൈതുകവും നിർവിഘ്നവും ആത്മാവിനെ പൂർണ്ണമായും സംതൃപ്തനാക്കുന്നതും ആയിരിക്കണം. അഹൈതവും നിർവിഘ്നവും സതതം കീർത്തയന്തോ മാം യതന്തച്ഛതൃവ്രതാഹ. സതതം എപ്പോഴും ജപിക്കുന്നതായിരിക്കണം, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. അതായത് അവിടെ ഇരിക്കുന്ന ആ ആതിഥേയനോട് മാന്യത പുലർത്തിക്കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്, അല്ലേ? ആണോ? അതെ. നമ്മളൊരു വീട്ടില് ഒരു അതിഥി വന്ന് അവിടെ അദ്ദേഹം ഇരിക്കുകയാണ്. അതാ 2 മിനിറ്റ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാലോ വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളു കാര്യം. അപ്പൊ നമ്മളെ ഹൃദയത്തിലിരിക്കുന്ന ആ പരമാത്മാവിനെ നമ്മൾ മാനിക്കണമെന്നർത്ഥം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് പോയിട്ട് പോകും. അടുത്ത ശ്ലോകം കൃഷ്ണ. മാതാജിമാരാരെങ്കിലും വായിക്കുന്നുണ്ടോ? കൃഷ്ണ. വായിക്കുന്നില്ലെന്ന് തോന്നുന്നു. കൃഷ്ണ. ലോകം എത്രാമത്തെ അറിഞ്ഞില്ല. ശ്ലോകം 33, അധ്യായം 2. ദശമസ്കന്ധം 81-ാമത്തെ അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭു വായിച്ചോളൂ. അടുത്തത് വായിക്കാൻ തയ്യാറായി വരുമ്പോൾ പ്രഭു ചോദിക്കുമ്പോൾ ഉടനെ വായിച്ചാൽ മതി. വായിച്ചോട്ടെ. കൃഷ്ണ. ശ്ലോകം 33, ദശമസ്കന്ധം അധ്യായം 81, ശ്ലോകം 33. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നൂനം വൈദതന്മമ ദുർഭഗസ്യ ശശ്വദ്രസ്യ സമൃദ്ധിഹേതുഃ മഹാവിഭൂതേരവലോകതോ അന്യോ നൈവോപപദ്യേത യുക്തമസ്യ. വിവർത്തനം ശ്രീല പ്രഭുപാദ് വിജയ്. സുദാമാവ് ചിന്തിച്ചു, എന്നും ദരിദ്രനായിരുന്ന ഞാൻ, എന്നെ പോലെ നിർഭാഗ്യവാനായ ഒരുവൻ പെട്ടെന്ന് സമ്പന്നനാകുവാൻ ഒരു വഴിയേ ഉള്ളൂ. പരമ ഐശ്വര്യപൂർണനായ യദുശ്രേഷ്ഠൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. വായിച്ചേട്ടോ ഭാവാർത്ഥം. ഭാവാർത്ഥം ഇല്ല പ്രഭു, വിവർത്തനം വരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ച ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിച്ചേട്ടോ. എന്നും ദരിദ്രനായിരുന്ന ഞാൻ, എന്നെ പോലെ നിർഭാഗ്യവാനായ ഒരുവൻ പെട്ടെന്ന് സമ്പന്നനാകുവാൻ ഒരു വഴിയേ ഉള്ളൂ. പരമൈശ്വര്യപൂർണനായ യദുശ്രേഷ്ഠൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഒരുവന്, വീണ്ടും ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്, ഒരുവൻ ഒരു ഉന്നത കുലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ സമ്പന്നനാണെങ്കിൽ, അവന് സൗന്ദര്യമുണ്ടെങ്കിൽ, അവൻ തീർച്ചയായും വിചാരിച്ചിരിക്കണം ഇതെല്ലാം കിട്ടിയത് ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ്, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല എന്നുള്ളത്. അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ്. ശുചീനാം ശ്രീമതാം ഗേഹേ. ശ്ലോകം ഏതാ? നാലാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം. അർജുനൻ തരാം. അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്തിയുത സേവനത്തിലേക്ക് തുടരുന്ന പാതയിൽ എവിടെങ്കിലും എന്തെങ്കിലും ഒരു വിഘ്നം വരുമ്പോൾ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഞാൻ താഴേക്ക് പതിച്ചു പോകുമോ എന്ന് അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നു, 6:41 എടുത്താട്ട്. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ 6:41. വായിച്ചേട്ടാ. വായിച്ചേട്ടാ. ഓം നമോ ഭഗവതേ വാസുദേവ.
പ്രാപ്യ പുണ്യകൃത്യാം ലോകം അനിഷിത്വാ ശാശ്വതേ സമാഹ സുജീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. ആ വിവർത്തനം. അങ്ങനെ അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയായുള്ള ആത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുവൻ പുണ്യാത്മാക്കളുടെ കുടുംബത്തിൽ പിറക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമ്പന്നനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ സമ്പന്നനായ വ്യക്തിയും സമ്പന്നനായ വ്യക്തിയെ കാണുന്ന ആളും എന്താ ചിന്തിക്കേണ്ടത്? ഇത് തീർച്ചയായും ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ അടുത്ത ഡ്യൂട്ടി എന്താണ്? അതിന് പ്രത്യുപകാരമായിട്ടെങ്കിലും ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഒരു നിമിഷം മതി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ശബ്ദം നഷ്ടപ്പെടാൻ. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ന് ഇവിടെ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈകളിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഇല്ല. പിന്നെ എന്താ നമ്മുടെ കയ്യിൽ നിയന്ത്രണം ഉള്ളത്? എന്തിൻ്റെയെങ്കിലും ഉണ്ടോ? മഹാമന്ത്രം ചൊല്ലി ഭഗവാന്റെ അത്രേ ഉള്ളു. ഒരു കാര്യത്തിലും മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. എപ്പോഴും ഭഗവാനെ മന്ത്രം ചൊല്ലി ചെയ്യുക. ഹരേ കൃഷ്ണ. മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഈ എൻ്റെ അറിവോടെയാണ്, എൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഭൂമി, ഈ ചരാചരങ്ങൾ ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും എല്ലാം. അർജുന, അത് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം. അത് നീ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കൊള്ളാം. പിന്നീട് ഭഗവാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 18ാമത്തെ അധ്യായത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ കൃത്യമായിട്ട് വാണിംഗ് മെസ്സേജാണ് കൊടുക്കുന്നത്. എൻ്റെ അഭിമതം അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടത്തില്ല, സർവനാശമാണെന്ന് പറഞ്ഞു. കൃത്യമാണ്, ഷാർപ്പായിട്ടാണ് ഭഗവാൻ സംസാരിച്ചത്. ഭക്തിയുത സേവനത്തിൽ വളരെ സെൻസിറ്റീവായിട്ടാണ് ഭഗവാൻ പെരുമാറിയിരിക്കുന്നത്. 18ാമത്തെ അധ്യായത്തിൽ 2 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ 3ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വഴി പിഴച്ചു പോകും. വളരെ ഷാർപ്പായിട്ടാണ്. ഭക്തിയുത സേവനത്തിൽ ഭഗവാന് യാതൊരു വിധമായ സെന്റിമെന്റ്സും ഭഗവാൻ കാണിച്ചിട്ടില്ല. ഭീമൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഭഗവാന്റെ അടുത്ത് വളരെ അനുകമ്പയോടെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് ഭഗവാൻ പറഞ്ഞോ? പക്ഷെ എന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. പകരം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തോ പകരം എന്ത് ചെയ്യണം എന്നുള്ളത്. പകരം എന്ത്? വളരെ ഷാർപ്പായിട്ടല്ലേ സംസാരിച്ചത്, എന്നാൽ വളരെ ലളിതമായിട്ട് സംസാരിച്ചു, നിഷ്കളങ്കമായിട്ട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഒരു കാര്യം ചെയ്യൂ, ഈ വരുന്ന ഏകാദശിക്ക് ജലപാനം ഒഴിവാക്കി 24 മണിക്കൂർ ഉപവസിക്കാൻ പറഞ്ഞു. ഇല്ലേ? ഭയങ്കര ടാസ്ക്കാണ് കൊടുത്തിരുന്നത്. അപ്പം ഭക്തിയുത സേവനത്തിൽ ഭഗവാൻ വളരെ സെൻസിറ്റീവാണ്. യാതൊരു വിധമായ മായം ചേർക്കാനും ഭഗവാൻ സമ്മതിക്കത്തില്ല. ഇത് കൃത്യമായ ഓർമ്മ വേണം. കളി ഭഗവാനോടല്ലേ, ഇല്ലേ? അപ്പൊ അവിടെ ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധം തന്നെ എടുത്താട്ട് 2ാമത്തെ അധ്യായം 40ാമത്തെ ശ്ലോകം നല്ല രസമാണ്. ദേവകിയമ്മയുടെ ഗർഭാവസ്ഥയിൽ ദേവന്മാർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ഒന്ന് വായിച്ചാട്ടോ. ദശമസ്കന്ധം 2ാമത്തെ അധ്യായം 40ാമത്തെ ശ്ലോകം.
പ്രഭുജി 10:2 ആ ഭാഗം. ഹരേ വായിച്ചാട്ടെ. കൃഷ്ണ. ആ ദശമസ്കന്ധം 1-ാം ഭാഗമാണോ? 1-ാം ഭാഗം. 1-ാം ഭാഗം. മത്സ്യാശ്വ കശ്യപ നരസിംഹ വരാഹ ഹംസ രാജന്യ വിപ്ര ഉപദേശു കൃതാവതാര ത്വം പാശിനസ്ത്രിഭുവനം ചേതാധുനേശ ഭാരം ബഹൂഹര യദുത്തമ വന്ദനം തേ. എല്ലാ അവതാരങ്ങളും അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ആ മത്സ്യാസവത്സവരാഹംസ രാജാന്യവി പ്രവിഭുതേഷു കൃതാവതാര സംവാസിനസ്തൃപ്തിവനം യഥാധുനേശ ഭാരം ഭൂഹര നേതുത്തമ വന്ദനം തേ. ആ ട്രാൻസ്ലേഷൻ. അല്ലയോ പരമനിയന്താവേ, കാരുണ്യം മൂലം സകല ലോകങ്ങളെയും രക്ഷിക്കാനായി അങ്ങ് മത്സ്യം, അശ്വം, കൂർമ്മം, നരസിംഹം, വരാഹം, ഹംസം എന്നിവയായും ശ്രീരാമചന്ദ്രൻ, പരശുരാമൻ എന്നിവരായും ദേവന്മാരിൽ വാമനദേവനായും അവതരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അങ്ങ് കാരുണ്യത്തോടെ ഈ ലോകത്തിന്റെ യാതനകൾ കുറച്ചു തന്ന് ഞങ്ങളെ രക്ഷിച്ചാലും യദുശ്രേഷ്ഠനായ ഹേ കൃഷ്ണ, ഞങ്ങൾ ആദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നു. യദുശ്രേഷ്ഠനായ യദുകുലത്തിൽ ഭഗവാൻ എന്തിനാ വന്നത്? യദുകുലത്തില് മംഗളായ ച ലോകാനാം ക്ഷേമായ ഭവായ ച ആസ്തി യദുകുലാം ബോധവാദ്യോ അനന്തസഹഭൂമാൻ യദ്വാഗദണ്ഡഗുപ്തായം സുബൂര്യം യഥോവർച്ചിതാഹ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികൈവ. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ ആ ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിച്ചാട്ട്. ഇപ്പൊ വായിച്ചതാണോ പ്രഭുജി? അല്ല, നമ്മൾ നേരെ തിരിച്ചു വീണ്ടും പോവുകയാണ് പഴയതിലോട്ട്. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് സുധാമയുടെ ചരിതം. പ്രഭുജി, ആ പ്രഭുജി വായിക്കുന്നുണ്ടോ? വായിച്ചാട്ടെ, വായിച്ചാട്ടെ, വായിച്ചോട്ടെ, ധൈര്യമായിട്ട് വായിക്കും. സുധാമാവ് ചിന്തിച്ചു, എന്നും ദരിദ്രനായിരുന്നു ഞാൻ. എന്നെപ്പോലെ നിർഭാഗ്യവനായ ഒരുവൻ പെട്ടെന്ന് സമ്പന്നനാകുവാൻ ഒരു വഴിയേ ഉള്ളൂ. പരമൈശ്വര്യപൂർണനായ യദുശ്രേഷ്ഠൻ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രകാശിച്ചിരിക്കുന്നു. യദുകുലത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പരമമായ ധർമ്മം എന്താണ്? ആ ഭഗവാനെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും സ്വീകരിച്ച് ഇരുത്തുക എന്നുള്ളതാണ്. ആണോ അല്ലേ? ഇല്ലെങ്കിൽ എന്തുണ്ട്? ഇല്ലെങ്കിൽ എന്തു പറയും? ഇല്ലെങ്കിൽ ആ ആളിനെ എന്താ പറയുന്നത്? പിന്നെ അഹങ്കാരി എന്ന് പറയും. അഹങ്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ശാസ്ത്രത്തിന് വിപരീതമായി നമ്മൾ ചെയ്യുന്നു. ഞാൻ ശരീരമാണ്, ആത്മാവല്ല. അല്ലേ? ആണോ അല്ലേ? ഞാൻ ശരീരമാണ്, ആത്മാവല്ല. ഈ ശരീരം കൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ശരീരം കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഈ ശരീരം കൊണ്ട് അപ്പോൾ ഈ ശരീരത്തെ എല്ലാവരും മാനിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പുറത്തിരിക്കുന്ന വിഗ്രഹത്തെ കണ്ടുകൊണ്ട് നമ്മൾ വന്ദിക്കുമ്പോൾ വിഗ്രഹമില്ലാതെ ആന പോകുമ്പം ആനയെ നമ്മൾ ഭയപ്പാടോടെ അല്ലാതെ ഭക്തിയോടെ നോക്കൂ? ഉത്സവത്തിന് ആനയുടെ പുറത്ത് ഉത്സവ വിഗ്രഹം ഇരിക്കുമ്പോൾ അതിനെ നമ്മൾ ഭക്തിയോടെ നോക്കുന്നു. പിറ്റേ ദിവസം ആ വിഗ്രഹം ഇല്ലാതെ, ഉത്സവ വിഗ്രഹം ഇല്ലാതെ ആന നടന്നു പോകുമ്പോൾ ആനയെ ഭക്തിയോടെ നോക്കുമോ ഭയത്തോടെ നോക്കും? അവിടെ ഭയമാ വരുന്നത്. ഇത്രയേ ഉള്ളു കാര്യം. അപ്പോൾ ഒരുവൻ ശരീരത്തെ
ആത്മാവായിട്ട് തെറ്റിദ്ധരിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ ശരീരത്തിന് ഒരിക്കൽ പതനം ഉണ്ടാകുമെന്ന് അറിയുന്നില്ല. നല്ല രസമാണ്. കുമാരനാശാന്റെ കണ്ഠകാവ്യം വാസവദത്ത വായിക്കണം, നല്ല രസമാണ്. ആ ശരീര സൗന്ദര്യത്തിൽ വാസവദത്ത നന്നായങ്ങ് ഭ്രമിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കും, എന്നാ പിന്നെ ഈ സന്യാസിയെ തന്നെ വിളിച്ചാലോ? ആ ഞാനെന്ന ഭാവം, എത്രയെത്ര വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നു. അപ്പൊ എന്നാ പിന്നെ ഇവരെ കൂടെ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചേക്കാം, കാഷായ വസ്ത്രധാരി ഒന്ന് വിളിച്ചേക്കാം. വാസവദത്ത പറഞ്ഞു വിടും തോഴിയെ, പറയും സമയമായില്ല. ചുരുക്കി പറയേ, കുറേ പ്രാവശ്യം വിളിക്കുന്നു. അന്നൊന്നും അതെല്ലാം ആ ഉപഗുപ്തൻ പറയും സമയമായില്ല, സമയമായില്ല, സമയമായില്ല. അവസാനം ഉപഗുപ്തൻ എപ്പോഴാണ് എത്തുന്നത് വാസവദത്തയുടെ അടുത്ത്? ശിക്ഷിക്കപ്പെട്ട്, ക്രൂരമായി ശിക്ഷിക്കപ്പെട്ട്, തൻ്റെ ഏത് സൗന്ദര്യത്തിലാണോ താൻ അഹങ്കരിച്ചത് ആ രണ്ടിനെയും വെട്ടി ചുടുകാട്ടിൽ എറിഞ്ഞ് ചോര വാർന്നൊലിച്ച് മൃതപ്രായയായ ഇരിക്കുമ്പോൾ ഉപഗുപ്തൻ അവിടെ വരുമ്പോൾ ആ സ്ത്രീ വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ട് നൈരാശ്യത്തോടെ, ഇപ്പോഴാണോ അങ്ങേക്ക് എന്നെ കാണാൻ വരാൻ തോന്നിയത് എന്ന് പറയും. അപ്പോഴും ആ ശരീരത്തിനുള്ള ഭ്രമം നഷ്ടപ്പെട്ടിരുന്നില്ല. എൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടിട്ട്, സ്തനങ്ങൾ നഷ്ടപ്പെട്ട് മൃതപ്രയായി നിൽക്കുമ്പോഴാണോ അങ്ങേക്ക് വരാൻ തോന്നിയത്? എത്ര പ്രാവശ്യം ഞാൻ അങ്ങേ ആളയച്ച് എൻ്റെ തോഴിയെ പറഞ്ഞു വിട്ടു. അങ്ങൊരു സന്യാസിയാണ്, ധനമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ധനം വേണ്ടാന്ന് കൂടി പറഞ്ഞു. എന്ന് കൂട്ടുകൂടി അങ്ങ് വന്നില്ല, എന്തിനിപ്പോൾ വരുന്നു? അവിടെയാണ് ഉപഗുപ്തൻ ധർമ്മം ഉപദേശിച്ചത്. ഞാൻ ശരീരമല്ല ആത്മാവാണെന്നുള്ള ആ ഒരു സന്ദേശം. വാഞ്ചാകൽപതരൂപിച്ച് കൃപാസിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഹരേ കൃഷ്ണ. പറഞ്ഞിട്ട് അഹങ്കാരം അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. പ്രഭുജിയുടെ ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് അതിന്റെ ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.